കൊണ്ടെത്തിക്കാനുള്ള എല്ലാം ഉണ്ടായിരുന്നിട്ടും അതിനെ ഉപേക്ഷിച്ച് അദ്ദേഹത്തിന്റെ ഒരു വിശ്വാസത്തിന്റെ മാർഗത്തിലേക്ക് പോവുകയും ആ വിശ്വാസത്തിന്റെ മാർഗത്തിൽ തന്നെ തൻ്റെതായ കാഴ്ചപ്പാടുകൾ അതൊരു പക്ഷേ ചിലർക്ക് ഇഷ്ടകരമല്ലെങ്കിലും ആത്മീയ രംഗത്ത് അങ്ങനെ പാടില്ല. പൂർണ്ണമായും സമർപ്പണമാണ് വേണ്ടത്. അതിനൽപ്പം വ്യതിചലിച്ചു പോലും അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ സത്യവും ധർമ്മവും നീതിയും ദൈവസങ്കല്പവും എല്ലാം മുന്നോട്ട് കൊണ്ടുപോയി എന്നുള്ളതാണ് ഗുരു നിത്യനീതിയുടെ ഏറ്റവും വലിയ സവിശേഷത. അദ്ദേഹത്തെ വൈദ്യശാസ്ത്രം ഊട്ടിയിൽ വെച്ച് ഒരു മാരകമായ രോഗം ബാധിച്ച് ഇനി ജീവിക്കാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞ് ഉപേക്ഷിച്ചു എന്ന് ഞാൻ പറയുന്നില്ല, അങ്ങനെ ഡോക്ടർമാർ ഉപേക്ഷിക്കാറില്ല. അതിൽ പറഞ്ഞ് വലിയ പ്രതീക്ഷയ്ക്കൊന്നും വകയില്ല എന്ന് പറഞ്ഞ് മടക്കി അയച്ച ആളാണ്. പിന്നെ 20 കൊല്ലം